ഹായ് ഹലോ, ഇന്ന് മുതൽ നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എൻട്രൻസ് എക്സാംസുകളായ ജാം, CUT, കുസാറ്റ്, മാത്തമാറ്റിക്സ് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മളുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയറിൽ മെയിൻലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വരുമ്പോൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസിനെ കുറിച്ചിട്ടാണ്. എന്താണ് വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു വെക്റ്റർ സ്പേസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ടുള്ളത്, ഒരു വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതിലെന്തുണ്ടായിരിക്കും, ഒരു അഡീഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഇത് രണ്ടും എന്തായിരിക്കണം, അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എന്താ പറയുക വെക്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്തിരിക്കണം, അതിൻ്റെ അഡീഷൻ എന്ത് ചെയ്തിരിക്കണം, അതിൽ തന്നെ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിലർ മൾട്ടിപ്പിളും എന്ത് ചെയ്തിരിക്കണം, അതിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഐഡിയ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സോങ്ങിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, അതിലോട്ട് നമ്മളൊരു സോങ് ആഡ് ചെയ്താൽ അതെന്ത് തന്നെയാണ്, ആ പ്ലേ ലിസ്റ്റ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അതിലോട്ട് ഒരു സോങ് 2 തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാമെന്ന് വിചാരിക്കാം. സോ ആ പ്ലേ ലിസ്റ്റിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല, അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്ലേ ലിസ്റ്റ് തന്നെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ഐഡിയ വെക്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് ദ ബേസിസ് ഫോർ ദ സബ്സ്പേസ്. ഓക്കെ, നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സെറ്റ് ഇതിൽ ഏതാണ് എൻ്റെ സബ്സ്പേസ്. ഓക്കെ, ബേസിസ് ഫോർ ദ സബ്സ്പേസ് ഓഫ് W ഈക്വൽ ടു the matrix xy 0 t x plus 2y plus t equal to 0 and y plus t equal to 0. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, ഗിവൺ ഡാറ്റാസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ നേരിടാം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സെഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് ദ ബേസിസ് ഫോർ ദ സബ്സ്പേസ് ഓഫ് W ഓഫ് ദ മെട്രിക്സ് XY 0 t. അപ്പോൾ നമുക്കിവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്താണ്, XY 0 t ആണ് ആ മെട്രിക്സ്. ദെൻ x plus 2y t ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദെൻ y plus t ഈക്വൽ ടു ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് 4 എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമുക്ക് അതിൻ്റെ ബേസിസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ബേസിസ് നമ്മൾ കണ്ടെത്തുന്നത് ബേസിസ് ഫോർ ദ സബ്സ്പേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം അറിയോ, നമ്മുടെ 2 ഇക്വേഷൻസുകൾ നമ്മളൊന്ന് താഴത്തോട്ട് എഴുതിയെടുക്കാം. ഓക്കെ, എന്താണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ വരിക, x plus 2y t equal to 0 then y plus t equal to 0. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ ആണോ? സോ 2 ഇക്വേഷൻസുകൾ നമ്മളുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ x plus 2y tയും ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് y plus tയുമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, t എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്താ y എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം മക്കളെ, പറയൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, y ഈക്വൽ ടു ഇവിടെ പ്ലസ് ടി ആണ് അല്ലേ, അതെന്താവും മൈനസ് ടി ആവും. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, y എന്ന് പറയുന്നിടത്ത് നമ്മൾക്ക് മൈനസ് ടി എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പറ്റില്ലേ?
അപ്പോൾ ഫ്രം ദ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എന്ത് ചെയ്യാം, y എന്ന് പറയുന്നിടത്ത് മൈനസ് ടി എന്ന് കൊടുക്കാം. സോ ദ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുക്കുകയാണ് എക്സ് പ്ലസ് 2 ഇൻറ്റു മൈനസ് ടി പ്ലസ് ടി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, 2 മൈനസ് ടി പ്ലസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, മൈനസ് 2t പ്ലസ് ടി എന്നാണല്ലോ. സോ നമുക്കത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് ടി അല്ലേ, എക്സ് മൈനസ് ടി ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്ത് കിട്ടും, എക്സ് മൈനസ് ടി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, എക്സ് എന്ന് പറയുന്നത് ടി ആണെന്ന് കിട്ടും. എന്ത് കിട്ടും, എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് ടി എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ടി എന്ന് കിട്ടും. എന്ത് കിട്ടും, എക്സ് എന്ന് പറയുന്നത് ടി എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ടി ആയിട്ടും y എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ടി ആയിട്ടും എടുക്കാം. അപ്പോൾ നമ്മുടെ മെട്രിക്സിലോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ടല്ലോ. ഏതാണ് ആ മെട്രിക്സ്, പറഞ്ഞേ, ഏതാണ് മെട്രിക്സ്, ഏതാണ്, എക്സ് വൈ 0 ടി. ഓക്കെ ആണോ, ദാറ്റ് ഈക്വൽ ടു എക്സ് എന്തായിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്, ടി ആയിട്ട് എടുക്കണം, y എന്തായിട്ട് എടുക്കണം, മൈനസ് ടി, ദെൻ 0 ടി. സോ നമുക്ക് എന്തായി, ഓൾ വേരിയബിൾസ് ബിക്കം ടി എന്നായി മാറി. സോ നമുക്കിവിടെ ഒറ്റ വേരിയബിളേ ഉള്ളൂ അല്ലേ, ഏതാണ് ഒറ്റ വേരിയബിൾ എന്ന് പറയുന്നത്, അത് ടി ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, നമ്മളുടെ മെട്രിക്സ് എങ്ങനെ എഴുതാൻ പറ്റും, ടീനെ നമ്മൾ പുറത്തോട്ട് എടുക്കുക അല്ലേ. സോ ടി നമുക്ക് എന്ത് വരും, 1 മൈനസ് 1 0 1 എന്ന് കിട്ടും. നോക്കൂ, നമ്മളുടെ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. ഓപ്ഷൻ ഡി എന്തായിരുന്നു, ഓപ്ഷൻ ഡി നോക്കൂ, ഓപ്ഷൻ ഡി എന്താണെന്ന് തന്നെയല്ലേ, ഓപ്ഷൻ ഡി തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നോക്കൂ, ഓപ്ഷൻ ഡി തന്നെയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നോക്കൂ, ഓപ്ഷൻ ഡിയും ഈ ഉദാഹരണം എന്താണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി നമ്മൾ കിട്ടി, എന്താണ്, 1 മൈനസ് 1 0 1. ഇതായിരുന്നു നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് ഡി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് മൈനസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻസ് കൺസ്ട്രെയിൻസ് എന്നാണ് പറയാം. അപ്പോൾ നോക്കൂ, ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്, ഫ്രീ വേരിയബിൾസ് ഉണ്ടായിരുന്നു, നമുക്കറിയാം 3 വേരിയബിൾസ് അല്ലേ, 3 വേരിയബിൾസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു, 2 കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് എന്ത് മനസ്സിലാക്കാം, സോ 3 മൈനസ് 2 ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? സോ ദ ഡയമെൻഷൻ ഓഫ് ദ W എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, പറയൂ. ലെറ്റ് വി ബി ദ വെക്റ്റർ സ്പേസ് ഓഫ് all 6x6 real matrices over the field R, then the dimension of the subspace of V consisting of all symmetric matrix is. So നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സിമെട്രിക് മെട്രിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ശ്രദ്ധിക്കാം. ഓക്കെ, സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക്. സിമെട്രിക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സിമെട്രിക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതൊന്നും അവിടെ സൈഡിൽ എഴുതി വെച്ചോട്ടോ. ഡയമെൻഷൻ ഓഫ് ദ സിമെട്രിക് മെട്രിക്സ് n/n കേട്ടോ, n/n മെട്രിക്സിനെ കുറിച്ചിട്ടാണ്. സോ n ഇൻറ്റു n+1/2. ഓക്കെ, ഇത് സിമെട്രിക്.
അടുത്തത് സ്ക്യൂ സിമെട്രിക്. ഓക്കെ, അപ്പോൾ സ്ക്യൂ സിമെട്രിക് ആണ് നമ്മൾക്ക് വേണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? n ഇൻറ്റു n-1/2. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? സിമെട്രിക് മെട്രിക്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബേസ് എന്താണ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ijth റോ അല്ലേ? ശ്രദ്ധിക്കാം, എന്താണ് ith റോയും and the jth row column is same as the element in the jth row and ith column. ഓക്കെ, എങ്ങനെ? എന്താ പറഞ്ഞത്? അതായത് എ ഐ ജെ എന്ന് പറഞ്ഞ എന്തിനു തുല്യമാണ്? എ ജെ ഐക്ക് തുല്യമാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ഒന്നായിട്ട് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മളോട് പറഞ്ഞ എന്താണ്? 6x6 മെട്രിക്സ് ആണ്. അപ്പോൾ ഈച്ച് റോയിൽ എത്ര എലമെൻറ്റ്സ് വെച്ചിട്ടുണ്ടായിരിക്കും? 6 എലമെൻറ്റ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് റോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, A11, A12, A13, A14, A15, A16. ഓക്കെ, സെക്കൻഡ് റോ അപ്പോൾ എങ്ങനെ വരിക? A21. ഇവിടെ നോക്കൂ നിങ്ങൾ, എന്താ പ്രത്യേകത? ഇവിടെ ഞാൻ പറഞ്ഞു അല്ലേ, എന്താണ് 1 2ഉം ഇവിടെ 2 1. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ മതി? ഒറ്റൊന്നായിട്ട് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈച്ച് റോയിൽ നമുക്ക് എത്ര എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ നോക്കുക. ഓക്കെ, നമ്മുടെ 6x6 മെട്രിക്സാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തെ റോയിൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? ഫസ്റ്റ് റോയിൽ നമുക്ക് 6 എണ്ണം കിട്ടും. ഉറപ്പല്ലേ? ഉറപ്പാണ്. രണ്ടാമത്തെ എങ്ങനെ വരിക നോക്കൂ. A22, A23, A24, A25, A26. ഓക്കെ, A6. ഇത് നമുക്ക് എത്ര എടുക്കാൻ പറ്റുള്ളൂ? നമുക്ക് 6 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇത് ഓൾറെഡി നമ്മൾ എടുത്തതാണ്. അപ്പോൾ അവിടെ നമുക്ക് എത്ര എടുക്കാൻ പറ്റുള്ളൂ? 5 എണ്ണമേ എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത റോയിലോ? തേർഡ് റോയിൽ എങ്ങനെ വരിക? A31, A32, A33, A34, A35, A36. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ഈ റോയിൽ എത്ര എണ്ണം വരും? ഇത് നമുക്ക് 3-1 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അതിവിടെ വന്നിട്ടുണ്ട്. ദെൻ A32 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇവിടെ A23 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 4 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി താഴോട്ട് 6 എണ്ണം എത്തുമ്പോൾ നമുക്കിത് താഴോട്ട് ഡിസെൻഡിങ് ഓർഡറിൽ വരും അല്ലേ? അപ്പോൾ ഫോർത്ത് റോയിൽ 3 ആയിരിക്കും, ഫിഫ്ത്ത് റോയിൽ 2 ആയിരിക്കും, സിക്സ്ത് റോയിൽ 1 ആയിരിക്കും. ഇതായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ്. ഇതിന് സമ്മ് കണ്ടാൽ മതി. സമ്മ് കാണാൻ മീൻസ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ വെച്ചിട്ടാണ് നമ്മളിത് അടുത്തത് ചെയ്യേണ്ടത്. അതിനാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്തത്? ഒരു ഇക്വേഷൻ തന്നു അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്? സിമെട്രിക് ആണെങ്കിൽ നമ്മൾ ഏതെടുക്കണം? n+1 ഇൻറ്റു n ഡിവൈഡഡ് ബൈ 2. നമുക്കിവിടെ n എന്താണെന്നറിയാം? 6 ആണെന്നറിയാലോ. സോ 6 ഇൻറ്റു 6 + 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? 1 + 2 + 3 + 4 + 5 + 6. എന്താ ആൻസർ കിട്ടുക നമുക്ക്? 21. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 21 ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ നോക്കൂ. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ 21 ഉണ്ടോ നോക്കൂ. യെസ്, ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇതെങ്ങനെ ചെയ്യേണ്ട ഒരു ഐഡിയ കിട്ടിയോ? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സിമിലർ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് ദ ബേസിസ് ഫോർ ദ സബ്സ്പേസ് W ഈക്വൽ ടു എന്താണ്? W ഈക്വൽ ടു A, B, C, D belongs to M 2x2 matrix of R
then a plus d equal to 0. ഓക്കെ, നമുക്ക് അത് നമ്മുടെ ആദ്യം ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ കേട്ടോ അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ബേസ് ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ എന്താ, നമ്മളെങ്ങനെ കാണും? w ഈക്വൽ ടു a b c d, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഓക്കെ, നമ്മുടെ കൺസ്ട്രെയിൻ എന്താണ്? a പ്ലസ് d ഈക്വൽ ടു 0. a പ്ലസ് d ഈക്വൽ ടു 0 നമുക്ക് എന്താ അറിയാം? a ഈക്വൽ ടു മൈനസ് d ആണെന്ന് നമ്മൾക്കറിയാം. സോ a യിലോട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് d എന്ന് കൊടുക്കണം. സോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് d b c d. സോ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദർ 3 ഫ്രീ വേരിയബിൾസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. എത്ര ഉണ്ട്? 3 ഫ്രീ വേരിയബിൾസ്. നമുക്കിതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞേ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, അതായത് നമുക്ക് എ ഇല്ല അല്ലേ, അപ്പോൾ എ നമുക്ക് ഒഴിവാക്കാം. അതായത് നമുക്ക് എങ്ങനെ എഴുതാ അറിയോ? 0 b 0 0 ഈക്വൽ ടു പ്ലസ് 0 0 c 0 പ്ലസ് മൈനസ്, ഓക്കെ മൈനസ് 1 കൊടുക്കുമ്പോൾ മൈനസ് d 0 0 d. ഓക്കെ, ഇങ്ങനെ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് വേരിയബിൾസ് നമ്മൾ പുറത്തോട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 0 1 0 0, പിന്നെ ഇവിടെ നമ്മൾ പുറത്തെടുത്ത ഏതിനെയാണ്? ബീനെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ബി പുറത്ത് കൊടുത്തു. പ്ലസ് സീനെ നമ്മൾ പുറത്തെടുക്കുന്നു. 0 0 1 0 പ്ലസ് ഡീനെ നമ്മൾ പുറത്തെടുക്കുന്നു. മൈനസ് 1 0 0 1. നമുക്ക് എന്ത് കിട്ടി? 3 ഡിഫറെൻറ്റ് വേരിയബിൾസ് മെട്രിക്സുകൾ നമുക്കിപ്പോൾ ഫോം ആയിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആയോ? അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ദ ബേസിസ് ഫോർ ദ സബ് സ്പേസ് കാണാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, okay, next we are moving to the next question. Okay, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യുകയാണ്. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ ഫോളോവിങ് സബ് സ്പേസ് ഓഫ് R3 that w equal to xyz belongs to R3, then 2x plus 2y plus z equal to 0, 3x plus 3y minus 2z equal to 0, then x plus y minus 3z equal to 0. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫൈൻഡ് ഡയമെൻഷൻ. നമുക്കിതിൻ്റെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ബിഫോർ ഫൈൻഡിങ് ദ ഡയമെൻഷൻ വി നീഡ് ടു റൈറ്റ് ഡൗൺ ദ കൺസ്ട്രെയിൻസ്. ഓക്കെ, എന്താണ് കൺസ്ട്രെയിൻസ് നോക്കൂ. എങ്ങനെ എഴുതാം? ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താണ്? 2x 2y plus z equal to 0, then 3x plus 3y minus 2z equal to 0, then x plus y minus 3z equal to 0. സോ നമുക്കിവിടെ 3 കൺസ്ട്രെയിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളിതിനെ ഒരു മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2 2 1, then 3 3 minus 2, 1 1 minus 3. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അറിയോ?
നമ്മൾ റോകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാണ്. റോ 1 ആൻഡ് റോ 2 റോ 3 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, റോ 1 എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് വരും അറിയോ, 1 1 മൈനസ് 3 3 3 മൈനസ് 2 2 2 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അവിടെ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ R2 നമ്മൾ എന്ത് ചെയ്യുന്നു, R2 നമ്മൾ R2 മൈനസ് 3R1 ചെയ്യുന്നു. ഓക്കെ, അതായത് R2 നമ്മൾ R2 മൈനസ് 3R1 നമ്മൾ ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക എന്താ, 1 1 മൈനസ് 3 0 0 7 2 2 1. ഓക്കെ, സോ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 2 1 ആയിട്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം അറിയോ, R2നെ നമ്മൾ R3നെ നമ്മൾ R3 മൈനസ് 2R1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 1 1 മൈനസ് 3 ഇതെന്തായാലും 0 0 7 തന്നെ വരും. ദെൻ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ നമുക്ക് 0 0 7 എന്ന് കിട്ടും. ഓക്കെ, സോ അത് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത് നമുക്ക് എന്ത് കിട്ടണം, R3നെ നമ്മൾ R3 നമ്മൾ R3 മൈനസ് R2 എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, R3 മൈനസ് R2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം അറിയോ, 1 1 മൈനസ് 3 0 0 7 ദെൻ 0 0 0. സോ നമുക്കിവിടെ എന്ത് കിട്ടി, നമ്മുടെ ഫൈനൽ മെട്രിക്സ് കിട്ടി. ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്, ടു ഫൈൻഡ് ഡയമെൻഷൻ ഓക്കെ, ഡയമെൻഷൻ ഓഫ് ദ W എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് റാങ്ക് ഓഫ് എ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റാങ്ക് ഓഫ് എ ദാറ്റ് മീൻ നമ്പർ ഓഫ് വേരിയബിൾസ്, എത്ര വേരിയബിൾസ് ഉണ്ടായിരുന്നു നമുക്കിവിടെ, 3 വേരിയബിൾസ് അല്ലേ, 3 വേരിയബിൾസ് മൈനസ് 2 ഈക്വൽ ടു 1. നോക്കൂ, ഓപ്ഷനിൽ 1 ഉണ്ടോ നോക്കൂ നിങ്ങൾ, ഓപ്ഷനിൽ 1 ഉണ്ടോ നമുക്ക് തന്ന ഓപ്ഷനിൽ, യെസ്. അപ്പോൾ ദ ഡയമെൻഷൻ ഓഫ് ദ W എന്താണ്, 1 എന്ന് നമ്മൾ കിട്ടി. ക്ലിയർ ആണോ, ഈസ് ഇറ്റ് ഓക്കെ? സോ ഡയമെൻഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി, 1 ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ, അതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കൺസ്ട്രെയിൻസിനെ നമ്മൾ സെറ്റാക്കി എടുത്തു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തത്, നമ്മൾ അതിന് മെട്രിക്സ് ആക്കി, മെട്രിക്സ് സോൾവ് ചെയ്തു അല്ലേ, അതിനെ സോൾവ് ചെയ്ത് റാങ്ക് കണ്ടുപിടിച്ച് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡയമെൻഷൻ കാണാനുള്ള ഫോർമുല എന്താണ്, ഡയമെൻഷൻ ഓഫ് W മീൻ നമ്പർ ഓഫ് വേരിയബിൾസ്, നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിൽ എത്ര വേരിയബിൾസ് ഉണ്ടോ അതിൽ നിന്ന് നമ്മൾ റാങ്ക് കുറച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, സോ വി വിൽ ഗോട്ട് ആൻസർ ഈസ് 1. ക്ലിയർ ആണോ, ഈസ് ഇറ്റ് ഓക്കെ? ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ മോർ ക്വസ്റ്റ്യൻസ് വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു.